തേർപൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ തന്റെ അമ്മക്ക് വയ്യാതെ ഹോസ്പിറ്റലായതോടുകൂടി തന്നെ ശ്രുതി ആകെ വിഷമത്തിൽ നിൽക്കുകയായിരിക്കും. അമ്മക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു അസുഖം വരുമെന്ന് ശ്രുതി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലാണെങ്കിൽ അമ്മയെ ഒട്ടും വയ്യാതെ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ആദ്യം കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ വന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ആരാണ് കൂടെയുള്ളത് എന്ന്. അന്നേരം മോളാണെന്ന് പറയും. എന്റെ അമ്മക്ക് എന്താ പറ്റിയത് ഡോക്ടർ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതൊരു മൈൽഡ് അറ്റാക്ക് ആണെന്ന്. ഇനി കുറച്ച് ടെസ്റ്റ് റിസൾട്ടും കൂടെ വരാനുണ്ട്, എന്നാലേ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൺഫേം ആക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. അത് കേട്ടതോടുകൂടി തന്നെ ശ്രുതി ആകെ ടെൻഷനായിരിക്കും. അമ്മക്ക് ടെൻഷൻ അടിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ശ്രുതിക്ക് തോന്നി. ആ ടെൻഷൻ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയാണ് ഡോക്ടർ. അങ്ങനെ കുറെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, അതിന്റെ ഫലം കൂടി വരട്ടെ. പിന്നെ എപ്പോഴും അമ്മയുടെ അടുത്ത് ഒരാൾ വേണമെന്നും പറയാണ് ഡോക്ടർ. നിങ്ങൾ മോളല്ലേ, അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുമല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതെ ഡോക്ടറെ, ഞാൻ ഇവിടെ കുറച്ച് ദൂരെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ശ്രുതി പറയാണ്. എത്ര ദൂരെയാണെങ്കിൽ അമ്മയ്ക്ക് വയ്യാത്ത സ്ഥിതിക്ക് പിന്നെ വന്ന് നിന്നല്ലേ പറ്റൂ. ഇപ്പൊ നിങ്ങളില്ലെങ്കിൽ വേറെ ആരെങ്കിലും അമ്മയുടെ കൂടെ വേണം, തീരെ വയ്യാത്ത സമയമല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ ഡോക്ടർ മെഡിസിനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവിടെ നിന്നും പോവാണ്. ആ സമയത്തിന് ശ്രുതി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അമ്മയുടെ ഈ വിഷമത്തിന്റെ കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കും. അന്നേരം വിമലാമ്മ പറയും, എനിക്കറിയില്ല മോളെ, എനിക്ക് നിന്നെ ഓർത്തിട്ടുള്ള ടെൻഷൻ തന്നെയാണ്. എനിക്ക് നിന്നെ ഓർത്തിട്ടുള്ള ടെൻഷൻ തന്നെയാണ് കൂടുതൽ. നിന്റെ ജീവിതം എങ്ങനെയായി തീരും? നീ ആഗ്രഹിച്ച ജീവിതത്തിന്റെ പിന്നാലെ പോയതല്ലേ നീ. ഒടുവിൽ ആ ജീവിതം തകർന്നു പോകുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഉള്ള സത്യങ്ങളെല്ലാം തന്നെ സുധിയുടെ വീട്ടുകാർ അറിയുമോ എന്നോർക്കുമ്പോൾ എനിക്ക് നല്ല വെപ്രാളം. അതോടൊപ്പം ആദിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്താലും എനിക്ക് നല്ല സങ്കടമാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ അവൻ ആരാ ഉള്ളത്? ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മ സങ്കടപ്പെടുന്നു വേണ്ട, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. അമ്മയുടെ ഈ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതാണ് എല്ലാത്തിനും കാരണം. അമ്മ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്ക്, എന്തിനും ഒരു പരിഹാരം ഉണ്ടാവുമെന്നൊക്കെ പറയാണ് ശ്രുതി. പിന്നീട് ശ്രുതി ഇങ്ങനെ ആലോചിക്കാണ്, ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് ആരെങ്കിലും ഒന്ന് വേണമല്ലോ. ആരെങ്കിലും നിന്നാൽ മാത്രമേ അമ്മയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. തനിക്കാണെങ്കിൽ വീട് വിട്ടിങ്ങനെ ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ല. ഇവിടെ തനിക്ക് നിൽക്കാമെന്ന് പറഞ്ഞാലും അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രുതി ആകെ ടെൻഷനോടെ നിൽക്കുമായിരിക്കും. ഇതേ സമയത്ത് സച്ചി ആണെങ്കിൽ ഒരു ഓട്ടം പോവാണ്. സച്ചിയുടെ കാറിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. സച്ചി അയാളോട് എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതെ, കുറച്ചു ദൂരം കൂടി അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് പറയാൻ അയാള്. വല്ല ജോലിയുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു IT കമ്പനിയിലാണെന്ന് മറുപടി കിട്ടി. പിന്നീട് സച്ചിയോട് ആള് പറയുന്നത്, അതെ, ഞാനൊരു പെണ്ണ് കാണാൻ പോവാണെന്ന്. പെണ്ണ് കാണാനോ, അതും ഒറ്റക്കോ എന്ന് സച്ചി ചോദിച്ചു. അതെ, ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം വീട്ടുകാരെ കൂട്ടാമെന്ന് കരുതി. അത് കേട്ടപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആഹാ അങ്ങനെയാണോ, എങ്കിൽ ഞാൻ കൃത്യസമയത്ത് തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കാം. കുറച്ച് നേരത്തെ വേണമെങ്കിലും എത്തിക്കാം. ചെക്കൻ നല്ല പങ്ക്ച്വാലിറ്റി ഉള്ള ആളാണെന്ന് അവരെന്തൊക്കെയെന്ന് അറിഞ്ഞോട്ടെ, അതല്ലേ നല്ലത്. അത് കേട്ടപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല സാറിന്റെ കല്യാണം കഴിഞ്ഞതാണോ, എങ്ങനെയുണ്ട് സാറേ കല്യാണത്തെ കുറിച്ചിട്ട് അഭിപ്രായം? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്ന് പറയും. ഇത് കേട്ടപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കല്യാണത്തെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയും. അല്ല സാറിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, അനുഭവം എന്താണെന്ന് പറയൂ എന്ന് പറയും. അങ്ങനെ അയാളെ വീണ്ടും ചോദിക്കുന്ന സമയത്തിന് സച്ചി കാര്യം പറയാണ്, എനിക്ക് നല്ല അനുഭവം തന്നെയാണുള്ളത്, എൻ്റെ ഭാര്യ നല്ലവളാണ്. ആണോ, സാറിന്റെ ഭാഗ്യമെന്ന് അയാൾ പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു ഭാര്യയെ കിട്ടണമെന്നും മഹാലക്ഷ്മിയെ പോലെ ഒരു പെൺകുട്ടി തന്നെ വരട്ടെ. മഹാലക്ഷ്മിയാണോ പ്രേതമാണോ വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. സച്ചി പറയുന്നുണ്ട്, അതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട, എൻ്റെ ഭാര്യ രണ്ടും കൂടി ചേർന്നതാണ്. ചിലപ്പോ മഹാലക്ഷ്മി, ചിലപ്പോൾ അവൾ പ്രേതമാണ്. അതെന്താ സർ, അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് അയാൾ ചോദിച്ച ചോദ്യത്തിന് സച്ചി പറയുന്നുണ്ട്, ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ്. ചിലപ്പോ അവൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, അപ്പൊ മഹാലക്ഷ്മിയാണ്. പക്ഷേ ചിലപ്പോൾ ചില സമയത്തുണ്ടല്ലോ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവളൊരു ഭദ്രകാളിയെ പോലെ അങ്ങ് തുള്ളിക്കളിക്കും. ഇതെല്ലാം കേട്ട് ആ ചെറുപ്പക്കാരനാകെ പേടിയായി. അയ്യോ സർ, അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണോ എന്ന് അയാൾ ചോദിച്ചു. സച്ചി പറയുന്നുണ്ട്, കല്യാണം കഴിക്കാതിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്, നമ്മൾ പുറമേ നിന്ന് കാണുന്നത് പോലെയൊന്നുമല്ല. ആലോചിച്ചു നോക്ക്, കാട്ടിനകത്ത് പോയി മൃഗങ്ങളെ കാണാൻ താല്പര്യമുണ്ടാകും, പക്ഷേ അവ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ച് മാറി നിന്നാ ഒന്നും നടക്കില്ല. അവിടെ പോയി ആസ്വദിക്കണമെങ്കിൽ റിസ്ക് എടുക്കണം. അതുപോലെ തന്നെ റിസ്ക് എടുത്താലേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. കല്യാണം കഴിഞ്ഞുള്ള ലൈഫ് എങ്ങനെ ഉണ്ടാവുമെന്നറിയണ്ടേ, അതുകൊണ്ട് കല്യാണം കഴിച്ചോളൂ. അയാൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരിക്കട്ടെ അയാള്. അന്നേരം സച്ചി പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക് ഇട്ടു. എതിരെ വന്ന സ്കൂട്ടിയിലേക്ക് ഇടിക്കാൻ പോവുകയായിരുന്നു സച്ചി. സച്ചി ആകെ ഞെട്ടിപ്പോയി. ആ സ്കൂട്ടി രേവതിയുടേതായിരുന്നു. കണ്ണു കണ്ടൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രേവതി അങ്ങ് ദേഷ്യപ്പെട്ടാണ്. ആ ചെറുപ്പക്കാരൻ പേടിക്കുന്നത് കണ്ടപ്പോൾ സച്ചി പറഞ്ഞു, അതൊന്നും പേടിക്കണ്ട, ഇതൊരു ലൂസ് പെണ്ണാണ്. സച്ചി വണ്ടിയിൽ നിന്നും ദേഷ്യത്തോടു കൂടെ തന്നെ ഇറങ്ങി, നിന്റെ മുഖത്ത് കണ്ണില്ലായിരുന്നോ എന്ന് പറയും.
എന്റെ കാറിന് സ്ക്രാച്ച് വീണത് കണ്ടോ എന്ന് സച്ചി തിരിച്ചു ചോദിച്ചു. രേവതി പറയുന്നുണ്ട്, എന്റെ സ്കൂട്ടറിനാണ് സ്ക്രാച്ച് വീണത് കണ്ടോ. സച്ചി വിട്ടുകൊടുത്തില്ല. പിന്നെ ഇത് എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു തന്ന കാറാണെന്ന് പറയണ സച്ചി. രേവതി പറയുന്നുണ്ട്, ഇത് എന്റെ ഭർത്താവ് അധ്വാനിച്ച് വാങ്ങിച്ചു തന്ന സ്കൂട്ടറാണ്. അങ്ങനെ രണ്ടുപേരും നല്ല വാക്ക് പോരാട്ടം നടത്തി. സച്ചി പറയുന്നുണ്ട്, നിന്റെ ഭർത്താവ് കൊള്ളാത്തവനായതുകൊണ്ടാണ് നീ ഇങ്ങനെ ചാടുന്നത്. രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ ശരിയല്ല. അവരൊന്നും ചോദിക്കാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരു പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി പറയുന്നുണ്ട്, ഒന്നുമില്ല സാറേ എന്ന് പറയുന്ന സമയത്ത് ആ സമയത്തിന് സവാരിക്കാരൻ പറയുന്നുണ്ട്, സാറേ നോക്ക്, ഇവർ തമ്മിൽ ഇടിക്കാൻ തുടങ്ങി. പോലീസ് സച്ചിയെ നോക്കി പറഞ്ഞു, എടാ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. നീ ഈ പാവം പെണ്ണിന്റെ മേലേക്ക് വണ്ടി കയറ്റാൻ നോക്കുമായിരുന്നോ? മര്യാദക്ക് ഫൈൻ അടച്ചു പോയാൽ മതി. ഇവർക്ക് പൈസ കൊടുക്കണം. അത് കേട്ടപ്പോൾ രേവതി ചോദിച്ചു, എന്താ സാറേ, സാർ എന്താ ഈ പറയുന്നത്? എന്തിനു ഫൈൻ അടക്കണം? പരാതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? സാർ എന്തിനാ ഇങ്ങനെ ഇടപെട്ടത്? പോലീസ് അമ്പരന്നു. സാർ എന്തിനാ വെറുതെ ഇതിൽ കയറി ഇടപെട്ടത് എന്ന് ചോദിക്കാണ്ട് പോലീസ് അമ്പരന്നപ്പോൾ സച്ചി പറഞ്ഞു, സാറേ ഇതെന്റെ ഭാര്യയാണ്. ഭാര്യയോ? എടാ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ റോഡാണോ കണ്ടത്? എടുത്തോണ്ട് പോടാ വണ്ടി എന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്നും പോയി. വണ്ടിയിനകത്തിരുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു, ചേട്ടാ ഇത് ചേട്ടന്റെ ഭാര്യ തന്നെയാണോ? ഇവരെ കുറിച്ചാണോ ചേട്ടൻ മഹാലക്ഷ്മി എന്നും ഭ്രാന്തി എന്നൊക്കെ പറഞ്ഞത്? ഇത് കേട്ടപ്പോൾ രേവതി സച്ചിയെ ഒന്ന് നോക്കി. സച്ചി ഓർത്തു, ദൈവമേ പെട്ടു. രേവതി ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത് സച്ചിയേട്ടാ? എന്നെക്കുറിച്ച് ഇവരോട് എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്? സച്ചി ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. രേവതി വണ്ടിയെടുത്ത് പോയി. സച്ചി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എടാ ഇത്രക്കൊന്നും വേണ്ടിയിരുന്നില്ല, എങ്കിലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ് അയാള്. സച്ചി പറയുന്നുണ്ട്, നീ പെണ്ണു നോക്കാൻ പോവല്ലേ, നിന്റെ കല്യാണം നടക്കണം, എന്നാലേ നീ ഇതൊക്കെ പഠിക്കൂ എന്ന് പറയും. പിന്നീട് ഇതേ സമയം ഹോസ്പിറ്റലിൽ നഴ്സ് വന്ന് വിമലാമ്മയുടെ BP നോക്കുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട് നഴ്സിനോട്, ഡോക്ടർ വല്ലതും പറഞ്ഞോ എന്ന്. ഒന്നും പറഞ്ഞില്ല. റിപ്പോർട്ട് വരാനുണ്ട് എന്ന് നഴ്സ് മറുപടി നൽകി. എന്തുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, പ്രായമായി വരികയല്ലേ, പിന്നെ ടെൻഷനൊക്കെ കാരണമായിരിക്കാം. ഒരാൾ ഇവിടെ കൂടെ നിൽക്കണം. എപ്പോഴാ എന്താ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബോധം തരാൻ ദിവസങ്ങൾ തന്നെ എടുത്തേക്കാമെന്ന് നഴ്സ് പറയാണ്. ശ്രുതിക്കത് കേട്ടപ്പോൾ ആകെ ടെൻഷനായി. നഴ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവരുടെ മകളല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കും. എനിക്കിപ്പോ നിൽക്കാൻ പറ്റിയ അവസ്ഥയിലല്ല, എന്റെ ജോലി ദൂരെയാണെന്ന് ശ്രുതി പറഞ്ഞു. പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ചോദിച്ചപ്പോൾ നഴ്സ് തന്നെ പറഞ്ഞു, എന്റെ വീട് ഇവിടെ അടുത്താണ്, മരുന്നൊക്കെ ഞാൻ എടുത്തു കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കും. അത് മതിയെന്നും പേയ്മെന്റ് എത്രയാണെന്ന് വെച്ചാൽ നൽകാമെന്നും പറയാണ് ശ്രുതി. നഴ്സും അതിന് സമ്മതിച്ചു. പിന്നീട് ശ്രുതി വിമലാമ്മയോട് പറയുന്നുണ്ട്, അമ്മേ സമയം കുറേയായി, ഇന്നലെ ലേറ്റായി, ഇന്ന് എനിക്ക് പോകണം. വിമലാമ്മ പോവാൻ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നുണ്ട്, അമ്മേ എനിക്ക് പേടിയുണ്ട്, മോൻ വിഷമിക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം, സിസ്റ്റർ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ശ്രുതി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി. ശ്രുതിയുടെ ഷോപ്പിൽ ശ്രുതിയാണെങ്കിൽ ഒരു ക്ലയന്റിനെ നോക്കി നിൽക്കുകയായിരുന്നു. ശ്രുതിയെ കാണാത്തത് കൊണ്ട് തന്നെ ശ്രുതി അവളെ വിളിച്ചു നോക്കി. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു എന്നും ശ്രുതി പറഞ്ഞു. രാവിലെ മുതൽ എവിടെ പോയതാ എന്ന ശ്രുതിയുടെ ചോദ്യത്തിൽ അത്യാവശ്യം 2 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എന്ന് ശ്രുതി കള്ളം പറഞ്ഞു. നീ എവിടെയായെന്ന് ചോദിച്ചപ്പോൾ ദൂരെയാണെന്ന് മറുപടി നൽകി. കടയിൽ തിരക്കാണെന്നും ഇങ്ങോട്ടേക്ക് വരണമെന്നും ശ്രുതി പറയുന്നുണ്ട്. നീ ഒറ്റക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, എന്റെ കൂടെ മീരയുണ്ട് എന്ന് ശ്രുതി തട്ടിവിട്ടു. ആ സമയത്താണ് മീര ശ്രുതിയുടെ ഷോപ്പിലേക്ക് വരുന്നത്. മീര അവിടെ നിൽക്കുന്നത് ശ്രുതി കണ്ടിരുന്നില്ല. ശ്രുതി നോക്കിയപ്പോൾ മീര നിൽക്കുന്നു. നീ ആരുടെ കൂടെയെന്നാ പറഞ്ഞത്? ശ്രുതി വീണ്ടും ചോദിച്ചു. ശ്രുതി കോള് കട്ട് ചെയ്തപ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോയി. മീര ഷോപ്പിലെത്തിയോ എന്ന് പേടിച്ചുകൊണ്ടതിനെ ശ്രുതി മീരയെ വിളിച്ചു. മീര, ഇപ്പോൾ ശ്രുതി എന്നെ വിളിച്ചു. ഞാൻ നിന്റെ കൂടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അമ്മക്ക് വയ്യാതെ ഹോസ്പിറ്റലാണെന്ന് നീ പറയണം. ശ്രുതി പറഞ്ഞു. മീര ഒന്നും മിണ്ടാതായപ്പോൾ ശ്രുതി ചോദിച്ചു, നീ എന്താടി ഒന്നും മിണ്ടാത്തത്? ഞാൻ നിന്റെ ഷോപ്പിലാണുള്ളത് എന്ന് മീര പറഞ്ഞു. അന്നേരം ശ്രുതി ആകെ ഒരു കിളിപോയ അവസ്ഥയിലായിരിക്കും. എടി ശ്രുതി, നിന്റെ ഭർത്താവ് എന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് മീര പറഞ്ഞപ്പോൾ ശ്രുതി ആകെ പേടിച്ചു പോയി. എന്തെങ്കിലും കള്ളം പറയേ, എന്നിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ ഫോണ് വെക്കും. മീര അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കിയപ്പോൾ ശ്രുതി അവളെ വിളിച്ചു. എവിടെ ശ്രുതി? ശ്രുതി എവിടെയെന്ന് ചോദിക്കാണ് ശ്രുതി. അത് ശ്രുതി അവിടെയുണ്ട്, എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്നു, ഞാൻ പോവാ എന്ന് മീര വെപ്രാളപ്പെട്ടു പറഞ്ഞു. അർജന്റ് ആണെങ്കിൽ പോയിക്കോ, പക്ഷേ 10 സെക്കൻഡ് മുൻപ് വിളിച്ചപ്പോൾ അവൾ നിന്റെ കൂടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ശ്രുതി ചോദിച്ചു. അത് ബ്യൂട്ടി പാർലറിലെ മീരയുടെ കൂടെ ആയിരിക്കുമെന്ന് പറഞ്ഞ് മീര പെട്ടെന്ന് അവിടെ നിന്നങ്ങ് സ്കൂട്ടാവാണ്. എന്നാൽ ശ്രുതിയുടെ മനസ്സിൽ സംശയം തുടങ്ങിയിരിക്കുന്നു. ശ്രുതി എന്തിനാണ് തന്നോട് കള്ളം പറഞ്ഞത്? താൻ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് ശ്രുതി ചിന്തിച്ചു. ശ്രുതിയുടെ മനസ്സിൽ സംശയത്തിന്റെ കനൽ കോരിയിട്ടുകൊണ്ടാണ് മീര അവിടെ നിന്നും പോയത്. ശ്രുതി ഇത്രയും വലിയൊരു കള്ളം എന്തിനായിരിക്കും തന്നോട് പറഞ്ഞത് എന്ന ചോദ്യം ശ്രുതിയെ വല്ലാതെ അലട്ടാൻ തുടങ്ങിയിരുന്നു. ഷോപ്പിൽ നിൽക്കുമ്പോഴും ശ്രുതിയുടെ ശ്രദ്ധ ഫോണിലായിരുന്നു. അവൻ വീണ്ടും ശ്രുതിയെ വിളിച്ചു. ഇത്തവണ ശ്രുതി ഫോണെടുത്ത് കുറച്ച് പതറിയ ശബ്ദത്തിലായിരുന്നു. ശ്രുതി വളരെ ശാന്തനായി ചോദിച്ചു, ശ്രുതി നീ എവിടെയാണെന്നാ പറഞ്ഞത്? മീരയുടെ കൂടെയാണെന്നല്ലേ? അപ്പോഴത്തെ നിന്ന് ശ്രുതി വിക്കി വിക്കി പറഞ്ഞു, അതെ ശ്രുതി, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാ.
ശ്രുതി ഒരു ദീർഘനിശ്വാസം വിട്ടു. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി, കള്ളം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പാകത്തിന് പറയണം. മീര ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്നു പോയതേ ഉള്ളൂ. നീ കൂടെ ഇല്ലെന്ന് അവൾ പറഞ്ഞു. അന്നേരം ശ്രുതി ആകെ തകർന്നു പോയി. ഇനി എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. മറുപുറത്തു നിന്ന് ശ്രുതി ഫോൺ കട്ട് ചെയ്തു. അവന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. അതേസമയം സച്ചി വീട്ടിലേക്ക് എത്തിയപ്പോൾ രേവതി അവിടെ യുദ്ധസന്നദ്ധയായി നിൽക്കുന്നുണ്ടായിരുന്നു. സച്ചി അകത്തേക്ക് കയറാൻ മടിച്ച് ഉമ്മറത്ത് തന്നെ നിന്നു. രേവതി കൈ കെട്ടി നിന്ന് ചോദിച്ചു, എന്താ എന്താ സച്ചിയേട്ടാ, പുറത്തുള്ളവരോടൊക്കെ ഞാൻ ഭ്രാന്തിയാണെന്നാണോ പറഞ്ഞു വെച്ചിരിക്കുന്നത്? സച്ചി ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അത് പിന്നെ രേവതി, ആ പയ്യൻ കല്യാണം കഴിക്കാൻ പേടിച്ചിരിക്കുകയായിരുന്നു. അവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നീ മഹാലക്ഷ്മിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? രേവതി വിട്ടുകൊടുത്തില്ല. മഹാലക്ഷ്മിയാണെന്ന് പറഞ്ഞിട്ട് കൂടെ പ്രേതമാണെന്നും പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള തമാശ ഇനി എൻ്റെ അടുത്ത് വേണ്ട സച്ചിയേട്ടാ. സച്ചി പതിയെ രേവതിയുടെ ദേഷ്യം മാറ്റാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിയുടെ മുഖമാകെ വിളറി വെളുത്തിരുന്നു. അവൾ രേവതിയോട് പറയുന്നുണ്ട്, രേവതി, എല്ലാം കൈവിട്ടു പോയി എന്ന് തോന്നുന്നു. ഇങ്ങനെ എന്നാൽ ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ ശ്രുതി ഇങ്ങനെ എന്തൊക്കെയോ പിച്ചുമ്പേയും പറയുന്നത് പോലെയാണ് രേവതിക്ക് തോന്നിയത്. ശ്രുതിയുടെ ഈ ഒരു പെരുമാറ്റത്തോടു കൂടി തന്നെ രേവതിയും സച്ചിയും പരിഭ്രമിച്ചു. എന്താ കാര്യമെന്ന് രേവതി തിരക്കിയെങ്കിലും ശ്രുതി ഒന്നും തന്നെ വിട്ടുകൊടുത്തില്ല. അവൾ അങ്ങനെ മുറിയിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ശ്രുതി വീട്ടിലേക്ക് എത്തിയപ്പോൾ ആകെ നിശബ്ദയായി. ശ്രുതി ഒന്നും മിണ്ടാതെ നേരെ കിച്ചണിലേക്ക് പോയി. ശ്രുതി അവളുടെ അടുത്തേക്ക് വന്ന് വളരെയധികം ഗൗരവത്തിൽ ചോദിച്ചു, ശ്രുതി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ തമ്മിൽ രഹസ്യങ്ങൾ പാടില്ല എന്ന് കരുതിയ ആളാണ് ഞാൻ. പക്ഷേ നീ എന്നെ ഓരോ ദിവസവും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ സംശയം. ശ്രുതിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ശ്രുതിയുടെ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ ശ്രുതിയുടെ ദേഷ്യമങ്ങ് അലിഞ്ഞില്ലാതായി. അവൻ പറയുന്നുണ്ട്, സാരമില്ല ശ്രുതി, നിനക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നേരിടേണ്ട കാര്യങ്ങളല്ലേ? ശ്രുതി അവളെ ചേർത്ത് പിടിച്ചു. എങ്കിലും ശ്രുതിയുടെ വീട്ടുകാർ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുകിലിനെ പറ്റി ഓർത്തുകൊടുത്തിന് ശ്രുതി ആകെ ഭയന്നു പോയിരുന്നു. ഈ സമയത്തന്നെ വിമലാമ്മയുടെ വീട്ടിൽ ആദിയെ കാണാൻ വേണ്ടി അജ്ഞാതനായ ഒരാൾ വന്നിരുന്നു. അയാൾ ആരാണെന്നോ എന്തിനാണ് വന്നതെന്നോ ആർക്കും തന്നെ അറിഞ്ഞില്ല. വന്നിരിക്കുന്നത് നവീനായിരിക്കും. പുതിയ ബന്ധങ്ങളൊക്കെ ശ്രുതിയുമായിട്ടുള്ള പുതിയ ബന്ധങ്ങളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ നവീൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നവീൻ വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.